വയനാട്ടിലെ മേപ്പാടിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമുള്ള ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കാറിൽ പോയ ആൾ എടുത്ത ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ട് ശേഷം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് മണ്ണിടിച്ചിലുണ്ടായത്? കഴിഞ്ഞ പക്ഷേ ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിനു മുന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവരത് മനസ്സിലാക്കിയില്ല. പിന്നെ ഇവർ പറയുന്ന ന്യായം എന്താ? അവിടെ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. ആർക്ക് നിർദ്ദേശം കൊടുത്തു? കൊങ്കണ്ണ് നിർദ്ദേശം കൊടുത്തു. അവരാണല്ലോ നിർമ്മാണ കമ്പനി. അവർക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ അവർ ആ മണ്ണ് നീക്കിയില്ല. ആ മണ്ണ് ഇത്ര പെരുമഴ പെയ്യുന്ന സമയത്തും അതെന്തുകൊണ്ട് നീക്കിയില്ല? നീക്കം ചെയ്തില്ലെങ്കിൽ ആ പരിസരത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക തുടങ്ങിയ നടപടികൾ ചെയ്യേണ്ടത് ആരാണ്? ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും അതിൻ്റേതായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാത്തതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന. ഈ അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, ആ പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇനി ആ നിർമ്മാണ കമ്പനിയുടെ ചുമലിൽ മാത്രം ഈ കുറ്റം ചുമത്തിയിട്ട് അവർക്കെതിരെ നടപടിയെടുത്തിട്ട് സർക്കാർ കൈയൊഴിയും. സർക്കാർ എന്ന് പറയുന്നില്ല, സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള PK ബഷീർ പറഞ്ഞത്. അപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ളത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാലോ. കാരണം പെരുമഴയാണ് പെയ്യുന്നത്, അപകടം ഉണ്ടാകും. ഇതുപോലെ മഴയത്ത് അപകടം ഉണ്ടായത് അതേ പ്രദേശം കൂടിയാണ്. കേരളത്തിൻ്റെ വേറെ ഏത് പ്രദേശമല്ല, വയനാട് തന്നെയാണ്. വയനാട്ടിലെ മണ്ണ് വളരെ ദുർബലമാണെന്നും വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വലിയ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണെന്നും ഈ ചൂരൽമല അപകടം ഉണ്ടായതിനു ശേഷം വലിയ വായിൽ പല ഉദ്യോഗസ്ഥന്മാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാരും അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ അപകടം ഉണ്ടായത്. അപകടത്തിൻ്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കുറേ ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു പ്രദേശത്തൊരു അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടാകും, അതിൻ്റെ ബാക്കി പത്രമായിട്ട് ആരൊക്കെ ജീവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതും അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. കുറേ പേര് മണ്ണിനടിയിലായിപ്പോയി, കുറേ പേരെ കാണാതായി. ഇപ്പോഴും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലും എത്ര പേര് മിസ്സിംഗ് ഉണ്ട്, എത്ര പേരെ കിട്ടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഒരു പാലം തന്നെ ഒലിച്ചു പോയി. പാലത്തിൻ്റെ അക്കരയിലാണ് വെള്ളാർമല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മേപ്പാടിയിലെ സ്കൂളിൽ പഠിക്കുന്നത്. ഇക്കരയിലാണ് അവരുടെ അച്ഛനും അമ്മയുള്ളത്. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഇതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക ഇതിൻ്റെ ഉദ്യോഗസ്ഥ സംഘത്തിനാണ്. കാരണം കഴിഞ്ഞ ചൂരൽമല അപകടത്തിന് ശേഷം പോലും അവർ ഇതിനകത്ത് നിന്നും ഒന്നും പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അപകടം ഉണ്ടാകുമ്പോൾ പോലും അവർക്കെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അവർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന